ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഫെബ്രുവരി മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽ പെടുന്നവർ രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ 11ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ഫെബ്രുവരി 12 രാത്രി 9ാം ഭാവരാശിയിൽ നിന്നും 10ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 2ാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുകയാണ്. 23 വരെ ആ 2-ൽ ചൊവ്വ വക്രത്തിലായിരിക്കും. അതിനുശേഷം ആ 2ാം ഭാവരാശിയിൽ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു. ബുധനാണെങ്കിൽ ഫെബ്രുവരി 11-ന് 9ാം ഭാവരാശിയിൽ നിന്ന് 10ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. വ്യാഴഗ്രഹമാണെങ്കിൽ ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നു. വക്രസ്ഥിതിയാണ്. ഫെബ്രുവരി 4 മുതൽ ആ വ്യാഴഗ്രഹം വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. ശനിയാണെങ്കിൽ 10-ൽ ബലവാനായിട്ട് മൂലത്രികോണ രാശിയിൽ നിൽക്കുന്നു. രാഹു 11-ലും അതുപോലെ കേതു 5-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഈ ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അവരുടെ ആരോഗ്യ സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. ജന്മരാശിയാധിപൻ ശുക്രനാണ്. 11ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6-ന്റെ 6-ലാണ് ഉച്ചസ്ഥിതനായിട്ട് വരുന്നത്. ജന്മരാശിയിൽ ഗുരുവുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ നോർമലായിരിക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഗുരുവിന് അഷ്ടമ ഭാവാധിപത്യമുണ്ട് എന്നതിനാൽ പൊതുവെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ, ഇപ്പോൾ BP റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർ പീരിയോഡിക്കലായിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ചിലർക്ക് ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി അഷ്ടമത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ ഈ കർമ്മഭാവാധിപൻ ശനി, ആ ശനി കർമ്മസ്ഥാനത്ത് മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അവസാന പകുതി സൂര്യനും ബുധനും ഒക്കെ അതിൽ വരുന്നുണ്ട്, കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അത് പ്രൊഫഷണൽ ഗ്രോത്തിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ശനിക്ക് സൂര്യൻ്റെ സാന്നിധ്യം വരുമ്പോൾ അല്പം മൗഢ്യമൊക്കെ വരും. അതിനാൽ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അവസാന പകുതി, മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ അല്പം ഒരു കെയർ വേണം. രവിയും ബുധനും ശനിയും ഒക്കെ തന്നെ 10 നിൽക്കുന്നത് പ്രത്യേകിച്ച് നല്ല ഒരു ജോബ് കണ്ടെത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉയർന്ന ലക്ഷ്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യുന്നതിനും അത് നേടിയെടുക്കുന്നതിനുമുള്ള പരിശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. മാത്രമല്ല ജന്മരാശ്യാധിപൻ അതുപോലെ തന്നെ ജന്മരാശ്യാധിപൻ തന്നെ 6ാം ഭാവാധിപനുമാണ്. ആ ശുക്രൻ്റെ ഉച്ചസ്ഥിതി പ്രത്യേകിച്ച് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷനിലും അതുപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ്. ഗുരു 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ തൊഴിലിൽ നിന്നൊക്കെ ഒരു ധനനേട്ടത്തിന്, ധനഭാഗ്യത്തിനൊക്കെ അത് വഴിതെളിക്കും. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ സ്ഥിതി, അതുപോലെ 7-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി, അതുപോലെ തന്നെ അതൊക്കെ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതേസമയം 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2ാം ഭാവരാശിയിൽ വക്രത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയവും കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. 2-ലാണ് ആ ചൊവ്വ നിൽക്കുന്നത്.
ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് 7-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സംയമനത്തോടുകൂടിയുള്ള പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു മുന്നേറ്റം ആ ബിസിനസ്സിൽ ഉണ്ടാക്കാമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിൽ അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ തന്നെ ബിസിനസ് ഭാവകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചസ്ഥിതനായിട്ട് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ബുധൻ ബിസിനസ് കാരകൻ, അതും ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇൻറ്റേണലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അതുപോലെ ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വക്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ബിസിനസ് ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ഉം 9ഉം ഭാവരാശികളിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. അതുപോലെ രവി, ബുധൻ അവയൊക്കെ തന്നെ 9ഉം 10ഉം ഭാവരാശികളിൽ സഞ്ചരിക്കുന്ന സമയവുമാണ്. വിദ്യാകാരകനാണ് ബുധൻ. ഇപ്പം ജന്മരാശ്യാധിപനാണെങ്കിൽ 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നടത്താമെങ്കിൽ തീർച്ചയായിട്ടും അക്കാഡമിക് തലത്തിൽ അവർക്ക് ഉയർന്ന പൊസിഷൻ, ഉയർന്ന ഗ്രേഡൊക്കെ കരസ്ഥമാക്കാൻ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഇപ്പോൾ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ തന്നെ ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ ചെയ്യുന്നവർക്കും ഈ ഗുരുവിൻ്റെ ജന്മരാശിയിലെ സ്ഥിതി വളരെ ഗുണം ചെയ്യും. 9-ലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ശുക്രനും ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുകയാണ്. നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ശുക്രനും അതുപോലെ ആ ജന്മരാശിയിൽ ആ ഗുരുവൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും. വിദേശത്ത് പഠനം, അതുപോലെ തൊഴിൽ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോഴാണ് ഗുരു ശുക്രൻ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുകയാണ്. ജന്മരാശ്യാധിപൻ 11 നിൽക്കുകയാണ്. 11-ൽ രാഹുവും ശുക്രനും ഒക്കെ യോഗം ചെയ്യുന്നുണ്ട്. ജന്മരാശിയിൽ ഗുരുവുണ്ട്. അപ്പം വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. പ്രത്യേകിച്ച് 11-ലെ രാഹു, 11-ലെ ശുക്രൻ ഇത് ധനനേട്ടത്തിന് വഴി തെളിക്കും. ശുക്രൻ്റെ ഉച്ചസ്ഥിതിയാണ്. അപ്പോൾ അത് വളരെ ഗുണം ചെയ്യും. അതുപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മാസത്തിൻ്റെ അത് ഈ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് 9-ലും പിന്നീട് 10-ലും ഒക്കെ വരുന്നുണ്ട്. 9, 10 ഭാവരാശികളിലാണ് ധനഭാവാധിപൻ സഞ്ചരിക്കുന്നത്. അതും നമുക്ക് ധനാഗമം കൂടുന്നതിന് സഹായകമാണ്. ചിലർക്ക് ലോൺ വഴിയൊക്കെ ധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. കാരണം 6-ാം ഭാവാധിപനാണ് 11 നിൽക്കുന്നത്. അതുപോലെ 6-ാം ഭാവാധിപൻ 11 നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങൾ, കേസുകൾ അതൊക്കെ നടത്തി അതുവഴിയൊക്കെ അനുകൂലമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 2-ൽ വരുന്നത്. ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2 നിൽക്കുന്ന സമയമായതുകൊണ്ട് ധനച്ചെലവിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ധനപരമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ഒരു ശ്രദ്ധ വേണം. ഇതാണ് ആ ചൊവ്വ ധനഭാവത്തിൽ വരിക വഴി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ധനവരവിന് സാധ്യതയുണ്ട്, പക്ഷേ ധനച്ചെലവിൽ കെയർ കൊടുക്കണം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഈ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ, അതായത് 2-ൽ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കമിതാക്കൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 9-ലും 10-ലും ഒക്കെ സഞ്ചരിക്കുന്നു. 5-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എങ്കിലും 5-ൽ കേതുവുണ്ട്. അതുപോലെ തന്നെ രാഹുവും ശുക്രനുമൊക്കെ യോഗം 11-ൽ ഉള്ള സമയവും കൂടിയാണ്. ശുക്രൻ്റെ ദൃഷ്ടി 5-ലുണ്ട്, പക്ഷെ അത് നീച ദൃഷ്ടിയാണ്. എങ്കിലും ശുക്രനും 5-ാം ഭാവാധിപനായ ബുധനും മിത്രഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും നമ്മൾ ഈ രാഹുവും ശുക്രനും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് കമിതാക്കൾക്ക് പ്രത്യേകിച്ച് അവരുടെ ആ മോറൽ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഈ പൊടുന്നനെ പ്രണയത്തിൽ അകപ്പെടുന്ന ഒരു സാധ്യത, പ്രത്യേകിച്ച് രാഹു ഭ്രമത്തിൻ്റെ ഗ്രഹമാണ്, ശുക്രനാണെങ്കിൽ കാമത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രണയബന്ധത്തിലൊക്കെ പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും നമ്മൾ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 7-ൽ ഗുരുദൃഷ്ടിയൊക്കെ ഉണ്ട്, അത് നല്ലതാണെങ്കിലും ഗുരുവിന് അഷ്ടമ ഭാവാധിപത്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു കരുതൽ വേണം. കാരണം ശുക്രൻ 7-ാം ഭാവകാരകനാണ്. ആ ശുക്രന് രാഹുവുമായിട്ടാണ് ബന്ധം വരുന്നു എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ശുക്രൻ ഉച്ചരാശിയിലും കൂടെ നിൽക്കുമ്പോൾ പൊതുവേ നമുക്ക് ഈ സെക്ഷൽ അർജൊക്കെ കൂടുന്ന, ഒരു ഭോഗാസക്തിയൊക്കെ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്ത് വേണം. ചിലപ്പോൾ ഒന്നിലധികമൊക്കെ ഒരു ബന്ധം ഒക്കെ ചിലപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു താല്പര്യം തോന്നുന്ന സമയമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 2, 4, 5 ഭാവാധിപന്മാരായിട്ടുള്ള ആ ബുധൻ, അതുപോലെ സൂര്യൻ, അവരൊക്കെ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് വീട് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ വീട് പുതുക്കൽ, ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അത് മാസത്തിൻ്റെ അവസാന പകുതിയാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 2-ൽ ചൊവ്വയുണ്ട്, 4-ൽ ശനിയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ 2-ൽ ചൊവ്വയും 4-ൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി, അവിടെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ ഇഷ്യൂസൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു ജാഗ്രത വേണം. അല്പസംയമനവും അനുരഞ്ജനത്തിൻ്റെയൊക്കെ ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അങ്ങനെയൊക്കെ ഉള്ളവ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ പറയാം. ഫെബ്രുവരി 4, 5, 18, 19, 23, 24 ഈ തീയതികൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അവ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടവക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ, മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. അപ്പം ഇടവക്കൂറിൽ പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർക്ക് അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഫെബ്രുവരി മാസത്തിൻ്റെ ആ കൂറിൻ്റെയും ആ ലഗ്നത്തിൻ്റെയും ഫലം കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ഒരു കൃത്യരൂപം നമുക്ക് കിട്ടും. മാത്രമല്ല നമുക്ക് ഈ ലഗ്നഫലത്തിന് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.